നമുക്കൊന്ന് വണ്ടർലയിൽ പോയിട്ട് വന്നാലോ? ഞാൻ 2 വർഷങ്ങൾക്ക് ശേഷമാണ് വണ്ടർലയിൽ പോകുന്നത്. എനിക്ക് വണ്ടർലയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പം ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി സാധനം കൂടെ ഉണ്ട്. അപ്പം ആളെയും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് അത്യാവശ്യത്തിന് ആങ്സൈറ്റിയും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇവന് കാറിൽ യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും പിന്നെ കാറ് തിരിച്ച് വെക്കും. അപ്പോൾ എനിക്കതായിരുന്നു ആദ്യത്തെ ടെൻഷൻ. പക്ഷേ അത് സോൾവ് ആയി. എങ്ങനെയാണെന്നോ, ഞങ്ങൾ ഇവന് ഉറങ്ങുന്ന ടൈം നോക്കി ട്രാവൽ ചെയ്തു. അതുകൊണ്ട് അത് വലിയ സീനില്ലാതെ പോയി. പിന്നെ ടെൻഷൻ നമ്പർ 2 എന്ന് പറഞ്ഞത് ഇവൻ എവിടെയെങ്കിലും ചെന്ന് കുറേ നേരം കഴിയുമ്പോൾ അതായത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് കരയാനൊക്കെ തുടങ്ങും. പ്രത്യേകിച്ച് ഉറക്കമൊന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പം ഞാനാണെങ്കിൽ അത് ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോ സീനും ഇല്ലായിരുന്നു. അവൻ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവൻ വേറെ ഏതോ ലോകത്തെത്തിയ കണക്കായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരൻ. ഒരു 5-10 മിനിറ്റ് അങ്ങാണ്ട് ഉറങ്ങിയിട്ടുള്ളൂ. അല്ലാതെ അവൻ ഉറങ്ങിയിട്ട് പോലും ഇങ്ങനെല്ലാം വാങ്ങി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്നതിനേക്കാളും ഇവൻ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനെ പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറക്കത്തില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ചെറുതായിട്ട് അവനെ വേപ്പൂളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കാലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വണ്ടർലയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ വണ്ടർല. അങ്ങനെ പോയതാണ്. അപ്പോൾ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.